ഹലോ നമസ്കാരം കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മീൻ കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ വരാലാണ് എടുത്തിരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീനാണ്. മീൻ കട്ട് ചെയ്ത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മീൻ കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് കുറച്ച് ഒരു 1/4 സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ പൊട്ടിയതിന് ശേഷം അടുത്തായിട്ട് നമ്മളിതിലേക്ക് ആവശ്യമായ 2 സ്പൂൺ ഇഞ്ചിയാണ് ചേർക്കുന്നത്. ഞാനിവിടെ നീളത്തിലാണ് ഇഞ്ചി അരിഞ്ഞെടുത്തിരിക്കുന്നത്. കൂടെ തന്നെ നീളത്തിലരിഞ്ഞ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുവാണ്. ഇനി നമുക്ക് രണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നതിന് ശേഷം അടുത്തായിട്ട് നമ്മളിതിലേക്ക് ഒരു 10 ചെറിയ ഉള്ളി നീളത്തിലരിഞ്ഞാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 മിനിറ്റ് ഇഞ്ചി വെളുത്തുള്ളി വഴറ്റിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. ചെറിയ ഉള്ളിയെ ഞാനിവിടെ നീളത്തിലരിഞ്ഞാണ് ചേർത്തിരിക്കുന്നത്. ഉള്ളി ഇഞ്ചിയെല്ലാം ജസ്റ്റ് ഒന്ന് വാടി വന്നതിന് ശേഷം അടുത്തായിട്ട് നമ്മളിതിലേക്ക് 3 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതാണ് ചേർക്കുന്നത്. ഇഞ്ചി ഉള്ളിയെല്ലാം പെട്ടെന്ന് മൂത്ത് കിട്ടാനായിട്ട് ഞാനതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അടുത്തായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. കൂടെ 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുവാണ്. കൂടെ ഒരു 1/4 സ്പൂൺ ഉലുവ പൊടിച്ചതുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. പിന്നെ മുളക് പൊടി ചേർക്കുമ്പോഴേക്കും നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂപ്പിച്ചെടുക്കണം. പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചെറിയ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തത്. മസാല എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം തിളപ്പിക്കാനായിട്ട് വെക്കുവാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പും പുളിയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 പീസ് കുടംപുളി ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരുന്നു, അതുകൂടെ ചേർക്കുവാണ്. പിന്നെ കറിക്ക് ചാറ് എത്ര വേണോ അതിനാവശ്യമായ വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ ആദ്യമായിട്ടൊക്കെ മീൻ കറി വയ്ക്കുന്ന ബിഗിനേഴ്സ് ആണെങ്കിൽ വെള്ളം ആഡ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ മീൻ ചേർക്കുമ്പോഴേക്കും മീനിൽ നിന്ന് വെള്ളം ഇറങ്ങി ചാറിച്ചൂടെ കൂടാനായിട്ട് സാധ്യതയുണ്ട്. അതുകൂടെ മുൻകൂട്ടി കണ്ട് വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ അരപ്പ് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. മീനെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് അടച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. പിന്നെ ഈ വരാൽ മീനിൻ്റെ ഗുണങ്ങളൊക്കെ മിക്കവർക്കും അറിയാവുന്നതാണ്. നല്ല ഹെൽത്തി പ്രോട്ടീനുള്ള മീനാണ്. പിന്നെ നമ്മുടെ ദേഹത്തൊക്കെ ഉള്ള മുറിവുകളൊക്കെ ഉണക്കാനായിട്ടൊക്കെ സഹായിക്കുന്ന ഒരു മീനാണ്. മീനിൻ്റെ 2 മുട്ട കൂടി ഉണ്ടായിരുന്നു, അതുകൂടി ഇട്ടതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറി റെഡിയായി വരുന്നുണ്ട്. ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം. ഇപ്പോൾ എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. മീനൊക്കെ വെന്ത് ചാറൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കിയിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മീൻകറി, നല്ല വരാൽ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുവാണ്. വെളിച്ചെണ്ണ ചേർത്ത് നന്നായിട്ടൊന്ന് ചുറ്റിച്ച് വെക്കുവാണ്. അപ്പോൾ നമ്മുടെ വരാൽ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു മീൻകറിയാണ്. എല്ലാവർക്കും ഇഷ്ടമാവുന്നൊരു ടേസ്റ്റിയാണ്. കൂട്ടുകാരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ മീൻകറി ഉണ്ടാക്കി അതിൽ എണ്ണയും കറിവേപ്പിലൊക്കെ ചേർത്ത് മൂടി വെച്ച് ഒരു 2 മണിക്കൂറിന് ശേഷം നമ്മൾ സെർവ് ചെയ്യുകയാണെങ്കിൽ നല്ല മണവും രുചിയൊക്കെ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ മീൻകറി റെസിപ്പി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.